ടി ജി, ഗുജറാത്തിൽ അവിടുത്തെ BJP സർക്കാർ മുസ്ലിമുകളോട് ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം ഗുജറാത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അവിടെ ഇപ്പോൾ ദ്വാരക പ്രദേശത്തൊക്കെ ഉള്ള കെട്ടിടങ്ങളൊക്കെ, ദർഗകളൊക്കെ പൊളിച്ചു കളഞ്ഞു. ചില ദ്വീപുകളൊക്കെ ഈ ഇസ്ലാമിക മതചിഹ്നങ്ങളുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് നീക്കുന്നു. അതുകൂടാതെ ഗുജറാത്തിലൂടെ ബസ്സുകൾ ഓടുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നതാണ്. ഈ ദൂര യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില ഹോട്ടലുകളുടെ മുന്നിൽ നിർത്തും. അങ്ങനെ 27 ഹോട്ടലുകൾ, ബസ്സുകൾ ഹോൾട്ട് ചെയ്യുന്ന ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദാക്കി. അതിന് പറയാൻ കാരണം, ഈ ഹോട്ടലുകൾ ശിവശക്തി, വരുൺ ദേവ്, തുളസി എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് നടത്തുന്നത് മുസ്ലിമുകളാണ്. അങ്ങനെ ചെയ്യാമോ? ചെയ്യുന്നത് മര്യാദയാണോ? അതെ, കേരളത്തിലും ഉണ്ട് ഈ പരിപാടിയൊക്കെ. പ്രത്യേകിച്ച് ശബരിമലക്കാലത്ത് വരുന്ന ടെമ്പററി ഹോട്ടലുകൾ, അവരും ഈ ഏർപ്പാടൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരു സത്യസന്ധമായ കാര്യമല്ല. നിയമദൃഷ്ട്യാ എനിക്ക് തോന്നുന്നത്, ഇപ്പം ഞാൻ ഹിന്ദുവാണ്. ഹോട്ടൽ മദീന എന്ന് പറഞ്ഞിട്ട് അൽഫാം, കുഴിമന്തി, അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യുന്നത് നിയമദൃഷ്ട്യാ ഒരു പക്ഷേ തെറ്റായിരിക്കില്ല. ബട്ട് അതൊരു ചെറിയ ചതിയാണ്. എന്താ ചതി? എന്താ എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതൊരു മുസ്ലിമിൻ്റെ ഹോട്ടലാണ്. ഹലാൽ ചിക്കൻ ഇവിടെ കിട്ടും. ഉടമസ്ഥൻ ഞാനാണ്. ഹലാൽ ചിക്കൻ കിട്ടും. ഈ ഹിന്ദുവിന് ഹലാൽ ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു മുസ്ലിമിനെ നിർത്തി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തർക്കിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാനൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. ഹലാൽ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മുസ്ലിമിൻ്റെ കടയായിട്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ബട്ട് കട ആക്ച്വലി ഹിന്ദുവിൻ്റെ ആണ് തന്നെ. നിയമദൃഷ്ട്യാ തെറ്റില്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാം. പക്ഷേ അതിനകത്തൊരു മിസ്ചീഫുണ്ട്. ഇത് നേരെ തിരിച്ചാകുമ്പോൾ അതിലും വലിയ മിസ്ചീഫാകുന്നു. ഇപ്പോൾ ശബരിമലയിൽ പോകുന്ന വഴിക്ക് ഒരു മുസ്ലിം ഓം അയ്യപ്പ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ തുടങ്ങുക. പുറകിൽ ഉച്ചയ്ക്ക് അങ്ങേർക്ക് കഴിക്കാനായിട്ട് ഇറച്ചിയും മീനും സംഗതിയൊക്കെ റെഡിയാക്കും. മുൻവശത്ത് വെജിറ്റേറിയനാണ്, പ്യൂർ വെജിറ്റേറിയനാണ്. അതിലങ്ങനെ കൃത്രിമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ അതിലൊരു വിശ്വാസവഞ്ചനയുണ്ട്. അതെന്താ വിശ്വാസവഞ്ചന? അദ്ദേഹം ഈ പറഞ്ഞ ടി ജി തന്നെ പറഞ്ഞതുപോലെ ഹോട്ടലിൻ്റെ പുറകിലിരുന്ന് നോൺ വെജ് ഉണ്ടാക്കുന്നു, ഇവിടെ പ്യുവർ വെജ് തന്നെ കൊടുക്കുന്നു. അതൊക്കെ അതിനകത്ത് എന്താ കുഴപ്പം? അതിനെയാണ് മിസ്ചീഫ് എന്ന് പറയുന്നത്. ഈ ഇല്ലീഗലല്ലാത്ത പല കാര്യങ്ങളും മിസ്ചീഫിൻ്റെ പരിധിയിൽപ്പെടും. ഇപ്പം ഞാൻ പറയട്ടെ, നമുക്ക് ഏത് വസ്ത്രവും ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ സാരി ഉടുത്ത് നടക്കുന്നു, എന്നെ പോലീസിന് പിടിക്കാൻ പറ്റുമോ? ഇല്ല, പോലീസിന് പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കാണിക്കുന്ന ഒരു മിസ്ചീഫല്ലേ? ഇറ്റ് ഈസ് എ മിസ്ചീഫ്. ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ സ്ത്രീ വേഷത്തിൽ നടക്കുന്നു, അത്രേ ഉള്ളൂ. ആർക്കും ഒരു ദോഷവും ഞാൻ ചെയ്യുന്നില്ല. റോഡിൻ്റെ സൈഡിലൂടെ നടന്നു പോകുന്നു. ബട്ട് ഇറ്റ് ഈസ് എ മിസ്ചീഫ്. മിസ്ചീഫ് ആർക്കും ഹാംഫുൾ അല്ലെങ്കിൽ പിന്നെന്താ? ഹാംഫുൾ അല്ല എന്നുള്ളത് കൊണ്ട് മിസ്ചീഫ് അല്ലാതാകുന്നില്ല. നിങ്ങൾ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ അത് പ്യുവർ വെജിറ്റേറിയനാണ് എന്നൊരു ട്രസ്റ്റോടെയാണ് കയറുന്നത്. ആ ട്രസ്റ്റ് നിങ്ങൾ തകർത്ത് കളയുന്നു. പുറകിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിലൂടെയും. പിന്നെ ഇസ്ലാം പ്യുവർ വെജിറ്റേറിയനെ അംഗീകരിക്കുന്ന ഒരു മതമല്ല. പ്യുവർ വെജിറ്റേറിയൻ വേണമെങ്കിൽ കഴിക്കാം എന്നേ ഉള്ളൂ. ബട്ട് അവരുടെ ഭക്ഷണം ഹലാൽ ഇതൊക്കെയാണ്. അപ്പോൾ അതൊരു മിസ്ചീഫാണ്. അത് ചെയ്തുകൂടാ. ഇനി അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് ലൈസൻസ് റദ്ദാക്കാവോ? സൊസൈറ്റി നമ്മൾ നിലനിൽക്കുന്നത് ഒരു ട്രസ്റ്റ് വെച്ചിട്ടാണ്. ആ ട്രസ്റ്റ് നമ്മൾ ലീഗാലിറ്റി വെച്ച് തകർത്ത് കഴിഞ്ഞാൽ, നിയമത്തിൽ അതിന് പ്രൊവിഷനുണ്ട്, അങ്ങനെ ചെയ്താൽ എന്താ, ഇങ്ങനെ ചെയ്താൽ എന്താന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള പരസ്പര വിശ്വാസം നശിക്കും. അങ്ങനെ നശിച്ചതാണ് ഈ ഹലാൽ തുപ്പൽ പ്രശ്നം വന്നില്ലേ? കേരളത്തിലെ എത്ര ഹോട്ടലുകളിൽ നിന്ന് ഹലാൽ ബോർഡ് എടുത്ത് കളയേണ്ടി വന്നു. മറ്റേത് ദൂരെയായിരുന്നു, സകല സ്ഥലത്തും ഹലാലായിരുന്നു. ഇപ്പം അങ്ങനെയില്ല, അത്യപൂർവമാണ് ഹലാൽ. എന്തുകൊണ്ടാണ്? ആ ട്രസ്റ്റ് ഫാക്ടർ വരിക. അല്ല, അപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹലാൽ ബോർഡ് മുസ്ലിമുകൾ നടത്തുന്ന ഹോട്ടലിൽ നിന്ന് ഹലാൽ ബോർഡ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമുകൾ എങ്ങനെ അവിടെ കയറും? അല്ല, ഈ പ്രശ്നം ഇതാണ്. ആ ട്രസ്റ്റ് അങ്ങ് നശിച്ചു. അതിൽ നിന്നാണ് സുനിലിൻ്റെ ഈ ചോദ്യം ഉത്ഭവിക്കുന്നത് തന്നെ. ഹലാൽ എടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെങ്ങനെ കയറും? ഹലാൽ വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളെങ്ങനെ കയറും? വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ?
ഇതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസ തകർച്ചയായി കഴിഞ്ഞാൽ അവനെയും സംശയം, ഇവനെയും സംശയം. അല്ല, ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഈ ഹലാലിനെതിരെ നമ്മൾ ചില വീഡിയോ ഹലാൽ ഭക്ഷണത്തിൽ മതം കലർത്തുന്ന പരിപാടിയാണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ വന്നിട്ട് ചില ആളുടെ ചോദ്യം, അങ്ങനെ ഉണ്ടെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതും ഹലാൽ പോലെ ഒരു മതത്തെ സൂചിപ്പിക്കുന്നതല്ലേ? പിന്നെ ബ്രാഹ്മിൻസ് അച്ചാറുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലേ എന്നൊക്കെയാണ് മറുചോദ്യങ്ങൾ. അല്ല, ബ്രാഹ്മിൻസ് അച്ചാറിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ മുസ്ലിം അച്ചാർ ഇറക്കിക്കോളൂ, മുസ്ലിം ഹോട്ടൽ എന്ന് പറഞ്ഞ് നടത്തിക്കോളൂ. ഞാൻ കണ്ടിട്ടുണ്ട് മുസ്ലിം ഹോട്ടൽ, പേര് തന്നെ മുസ്ലിം ഹോട്ടൽ, നോ കൺഫ്യൂഷൻ. അവിടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല. ഈ അയ്യപ്പ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ഹോട്ടലിൻ്റെ സ്വഭാവത്തിൽ നടത്തുമ്പോഴാണ് ട്രസ്റ്റ് ബ്രേക്ക് ആവുന്നത്. നിങ്ങൾ ഓണസ്റ്റ്ലി നടത്തിക്കോളൂ. ഞാനിപ്പോൾ ഹോട്ടൽ വേളാങ്കണ്ണി എന്ന് പറഞ്ഞിട്ട് TG മോഹൻദാസ് ഒരു ഹോട്ടൽ നടത്തുന്നു. അവിടെ വലിയ കടൽ മത്സ്യ വിഭവങ്ങൾ അത് ഇതൊക്കെ കൊടുത്തു. അതിനകത്താണ് ഒരു ട്രസ്റ്റ് ബ്രേക്കിംഗ് വരുന്നത്. എൻ്റെ വീട്, എൻ്റെ കമ്മ്യൂണിറ്റി, എൻ്റെ പശ്ചാത്തലം എല്ലാം അറിയുന്നവർ ഇതിൽ തെറ്റെന്താണെന്ന് വെച്ച് ആർഗ്യൂ ചെയ്ത് തോൽപ്പിക്കാം. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആർഗ്യൂ ചെയ്ത് തോൽപ്പിക്കുന്നു മനുഷ്യരെ. അപ്പോൾ അവർ മിണ്ടാതെയാകും. പക്ഷേ അവരുടെ ഉള്ളിൽ ആ ട്രസ്റ്റ് പോയി. അവർക്ക് തർക്കിക്കാനൊന്നുമില്ല, അവർ അടുത്ത ഹോട്ടലിൽ അങ്ങ് പോകും, ഇത്രേ ഉള്ളൂ. ഇതാണ് ഹലാലിന് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ സമൂഹം പരസ്പര വിശ്വാസത്തിലാണ് കഴിയുന്നത്. ആ പരസ്പര വിശ്വാസം തകർക്കരുത്. അതിനുവേണ്ടി ഭരണഘടനാ വകുപ്പുകൾ അത് ഇതൊക്കെ ഒരിക്കൽ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ പോയി. സുനിലിൻ്റെ മകൻ ഭരണഘടന അനുസരിച്ച് എനിക്ക് അവകാശമുണ്ട് അച്ഛ എന്ന് പറയുന്ന നിമിഷം അവൻ സുനിലിൻ്റെ മനസ്സിൽ മകനല്ലാതെയാകും. സുനിലൊന്നും പറയുന്നില്ല, കാരണം അവൻ ഭരണഘടന വെച്ചിരിക്കുന്നത്. അവൻ LLB എടുത്തിട്ടുമുണ്ട്, പ്രാക്ടീസിങ് വക്കീലാണ്. അപ്പോൾ സുനിൽ മനസ്സിൽ തീരുമാനിക്കും, കഴിഞ്ഞു. ഭാര്യ ചോദിക്കും, നിങ്ങളെന്താ ഒന്നും മിണ്ടാഞ്ഞ അവനിതൊക്കെ പറഞ്ഞിട്ട്? എടീ, അവൻ ഭരണഘടന എടുത്ത് എന്നോട് തർക്കിക്കാൻ തുടങ്ങിയ നിമിഷം അവൻ എൻ്റെ മകനല്ലാതായി കഴിഞ്ഞു എൻ്റെ മനസ്സിൽ. പിന്നെ അവൻ വരും, ഭക്ഷണം കഴിക്കും, പോകും, ലോഡ്ജ് പോലെ, ഫിനിഷ്. അവിടെ വെച്ച് കട്ടി. അപ്പോൾ ഈ നിയമത്തിന് പുറത്ത് ആണ് മനുഷ്യബന്ധങ്ങളും ഈ സൊസൈറ്റി സമൂഹം നിലനിൽക്കുന്നത്. നിയമം കൊണ്ടോ ഭരണഘടന കൊണ്ടോ ഒന്നും അല്ല, പരസ്പരമുള്ള വിശ്വാസം വെച്ചിട്ടാണ്. ഒരു കുടുംബം നിലനിൽക്കുന്നത് ഭരണഘടന ഉണ്ടായിട്ടാണ്. ഭരണഘടനയിൽ കുടുംബം വേണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പ് വരെ ആകാമെന്ന് പറഞ്ഞു. ഈ എല്ലാം കുത്തഴിഞ്ഞ് പോകാനുള്ള സകല പെർമിഷനും ഭരണഘടന തരുന്നുണ്ട്. പക്ഷേ കുത്തഴിയുന്നില്ല. എന്തുകൊണ്ട്? പരസ്പരമുള്ള ട്രസ്റ്റ് അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട്. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് അത് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് ചെയ്തുകൂടാ. നേരത്തെ ആരും ഇത് ചെയ്തിരുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് മുമ്പുള്ള തലമുറ പൊട്ടന്മാരൊന്നും ആയിരുന്നില്ല. അവർക്ക് കാശ് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കാശുണ്ടാക്കാൻ അവർ പോവില്ല. അതുകൊണ്ട് അവർ തട്ടിൽ കുഞ്ഞുമറി എന്ന് തന്നെ ഹോസ്പിറ്റലിന് പേരിടും. വേണ്ടാത്ത പേരൊന്നും ഇടില്ല. നമ്മുടെ എറണാകുളത്തില്ലേ കുഞ്ഞാലൂസ് ഹോസ്പിറ്റൽ? കുഞ്ഞാലൂസ് ഹോസ്പിറ്റൽ വാട്ട് എ ഗ്രേറ്റ് തിങ്. കൃഷ്ണ നഴ്സിംഗ് ഹോം അത് ചെയ്യുന്ന ലക്ഷ്മി നഴ്സിംഗ് ഹോം, കൃഷ്ണ നഴ്സിംഗ് ഹോം, ഇവരുടെ ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, അല്പം കോംപ്ലിക്കേറ്റഡ് പേരാണ്. പക്ഷേ അവർ ഐഡൻറ്റിറ്റി പറഞ്ഞ് അങ്ങനെ ചെയ്യുക. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞാൽ എന്താ തകരാറെന്ന് ചോദിച്ചാൽ നിയമപരമായിട്ട് തകരാറൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ വിശ്വാസ തകർച്ച ഉണ്ടാകും. അത് ചെയ്യരുത്. പക്ഷേ ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടിട്ട് ഈ ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നു. ഗുജറാത്ത് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അവിടെ വണ്ടി നിർത്തേണ്ടെന്ന് തീരുമാനിക്കുന്നു. അത് ഈ ഹോട്ടൽ നടത്തിയിരുന്ന ആളുകളുടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കലല്ലേ? അത് ഇതൊക്കെയാണ് ഈ നിയമം കൊണ്ട് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ നിയമം കൊണ്ട് അവരും കളിക്കും. ഇപ്പോൾ ഗുജറാത്ത് കോർപ്പറേഷൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പറയും വണ്ടി എവിടെ നിർത്തണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഹോട്ടൽ നന്നാവാനല്ല ഞങ്ങൾ ബസ് ഓടിക്കുന്നത്. ശരിയല്ലേ? അതും ശരിയാണ്. കഴിഞ്ഞു. നേരത്തെ ഇതൊരു ട്രസ്റ്റിൻ്റെ പുറത്ത് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴും കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾ നോക്കിയോ, വടക്കാഞ്ചേരി ഭാഗത്ത് 2-3 ഹോട്ടലുകളുണ്ട്. അവിടെ കൊണ്ടുപോയാണ് നിർത്തുന്നത് അല്ലേ? നാളെ ഈ ടേംസ് തെറ്റി, ട്രസ്റ്റ് തെറ്റിയെന്ന് വെച്ചോ, ഈ വണ്ടികൾ കൊണ്ടുപോയി വേറെ ഹോട്ടലിൽ നിർത്താൻ തുടങ്ങും. ഈ ഉള്ള 2 ഹോട്ടലുകളും 3 ഹോട്ടലുകളൊക്കെയാണ് ആ വടക്കാഞ്ചേരി ഭാഗത്താണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയാം. എനിക്കറിയാം. അപ്പോൾ അവിടെ ഇവർ നിർത്തിയില്ലെങ്കിൽ
അവരുടെ കച്ചവടം ഡ്രാസ്റ്റിക്കലി ഫ്രം 100% to 10% കുറയും. എന്നാൽ ഈ വണ്ടിക്കാരെ അവർക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? വണ്ടി ഇവിടെ നിർത്തണം പറ്റില്ല. അതാ ഞാൻ പറയുന്നത്, വിശ്വാസം തകർക്കരുത് നിയമം കൊണ്ടുവന്നിട്ട്. വിശ്വാസം തകർന്നാൽ നിങ്ങളുടെ മൊത്തം എക്കണോമിക് ആക്ടിവിറ്റി ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പോകുന്നത്, ഇല്ലേ? ഒരു വിശ്വാസമാണ്. അപ്പോൾ അത് ഇല്ലാതെയാക്കരുത്. നിയമത്തിനും അപ്പുറത്ത് ബലമുള്ളൊരു സാധനമാണ് വിശ്വാസം. അത് തകർത്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ താനെ വന്നോളും. കാരണം BJP കുറേശ്ശെ അസർട്ടീവായിട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇതെല്ലാം. പിന്നെ മറ്റേ മജാറ് പള്ളി ഇതൊക്കെ ആദ്യം വന്ന കംപ്ലയിൻറ്റ്, ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ആദ്യം വന്ന കംപ്ലയിൻറ്റ് വിശ്വ ഹിന്ദു പരിഷത്തിനായിരുന്നു. 220 അമ്പലങ്ങൾ ഇപ്പോഴും യൂട്യൂബിലുണ്ടത്, പൊളിക്കുന്ന വീഡിയോ ഉണ്ട്. പൊളിക്കുന്നു റോഡിന് വേണ്ടിയിട്ട്. അന്ന് അശോക് സിംഗാൾ നേരിട്ട് മോദിയെ കണ്ട് കൺവിൻസ് ചെയ്യാനായിട്ട് മോദി തിരിച്ച് അശോക് സിംഗാളിനെ കൺവിൻസ് ചെയ്തു. അശോക് സിംഗാൾ പുറത്തിറങ്ങി വന്നിട്ട് വിശ്വ ഹിന്ദു പരിഷത്തുകാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അയാളെ പറയുന്നത് നേരാണ്, അത് ചെയ്യേണ്ടതല്ലേ. നമ്മളിങ്ങനെ സകല വഴിയിലും നമ്മുടെ അമ്പലങ്ങളാണ്, ശരി, നമ്മുടെ അപ്പനും അപ്പനും അവരവരൊക്കെ വെച്ചതാണ്, ചെറിയ ചെറിയ അമ്പലങ്ങളാണ്. ഇതൊക്കെ വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാടിന് ഒരു പുരോഗതി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് അയാൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അശോക് സിംഗാൾ ചില്ലറക്കാരനല്ല, മോദിയേക്കാൾ വളരെ സീനിയറാണ് സംഘപരിവാറിൽ. അശോക് സിംഗാളിനെ കണ്ടു കഴിഞ്ഞാൽ അഡ്വാനി ഒരു തവണ എണീക്കുകയുള്ളൂ, മോദി 2 തവണ എണീക്കും. അതാണ് മനുഷ്യൻ്റെ സ്റ്റേച്ചർ. ആ മനുഷ്യനെ മോദി അങ്ങോട്ട് കൺവിൻസ് ചെയ്തു, പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഇത് പള്ളികൾ മാത്രമല്ല, അമ്പലങ്ങൾ, റോഡ് അലൈൻമെൻറ്റിൽ അകത്ത് എന്തൊക്കെ വരുന്നു. ഓഫ് കോഴ്സ് മഹാക്ഷേത്രങ്ങളൊക്കെ ഒഴിവാക്കും. വലിയ മുസ്ലിം പള്ളികളിലൊക്കെ ചരിത്രാതീത കാലം മുതലൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കി പോകും. അത് അലൈൻമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ അത് ഒഴിവാക്കിയിട്ട് മാപ്പിൽ തന്നെ അത് ഒഴിവാക്കിയായിരിക്കും റോഡ് വരുന്നത്. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ ഒരുപാട് അമ്പലങ്ങൾ സംഗതികളൊക്കെ ഉണ്ട്. ഇതൊന്നും തൊടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പോവുക? അപ്പോൾ അത് ചെയ്ത് തന്നെയാണ്. അത് ബോൾഡായിട്ട് മോദി അങ്ങനെയാണ് മോദി ഡെവലപ്മെൻറ്റിൻ്റെ ആശാനാവുന്നത്. അന്ന് മോദി ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു, 80% ആൾക്കാർ സമ്മതിക്കുകയാണെങ്കിൽ പ്രോജക്റ്റ് അവിടെ വരും. 79 ഉള്ളൂവെങ്കിൽ ആ പ്രോജക്റ്റ് അബാൻഡൻ വേണ്ടെന്ന് വയ്ക്കും. നാട്ടുകാർക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട. മോദി രാവിലെ പോകും. മോദിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ടീം പോയിട്ട് അവിടുത്തെ ഗ്രാമവാസികളെ വിളിച്ച് സംസാരിച്ചതാണ്, ഇതാണ് ഇന്ന മാതിരിയാണ് കോമ്പൻസേഷൻ പാക്കേജ്, ഇന്ന മാതിരിയാണ് സംഗതി, സമ്മതമാണോ? സമ്മതമല്ല എന്ന് ചോദിച്ചാൽ പുള്ളി തർക്കിക്കാനൊന്നുമില്ല, വണ്ടി എടുക്കട അടുത്ത സ്പോട്ടിൽ പോകാം, കഴിഞ്ഞു. പിന്നെ അല്ല സാർ ഞങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പം പറയണം, സമ്മതമാണെങ്കിൽ പറ, ബാക്കി നമുക്ക് പൈസ കൂടുതൽ വേണം കുറവ് വേണം, നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് വരാൻ സമ്മതമാണോ ഈ നാട്ടിൽ? സമ്മതമാണ്, എന്നായിരിക്കും. പിന്നെ പൈസ എന്തെങ്കിലും കൂടുതലോ കുറവോ ഒക്കെ അതൊക്കെ സർക്കാരിന് ചെയ്യാവുന്ന കാര്യം. ഈ രീതിയിലാണ് പുള്ളി ഈ ഡെവലപ്മെൻ്റ് ഒരു അജണ്ടയാക്കി കൊണ്ടുവന്നു. വെറുതെ ഒന്നുമല്ല, രാപകൽ അധ്വാനിച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഈ അമ്പലങ്ങൾ പള്ളികളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതാണ് ഈ ദർഗ മാറ്റി അത് മാറ്റി എന്നൊക്കെ പറയും. ദർഗ എന്ന് പറഞ്ഞാൽ എന്താ? ശവക്കല്ലറയാണ്. ശവക്കല്ലറയിൽ പ്രാർത്ഥന ഇസ്ലാമിൽ തിയറിറ്റിക്കലി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇസ്ലാമിലെ ചില വിഭാഗങ്ങൾ അത് ചെയ്യുന്നു, ചില വിഭാഗങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ സാധനമാണ്. അതൊന്നും മാറ്റിക്കൊണ്ട് കാര്യമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. മുസ്ലിം പള്ളികൾ മാറ്റാൻ ആദ്യം സമ്മതിക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിം പള്ളി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ പ്രതിഷ്ഠയുണ്ട്, അതൊരു പ്രെയർ ഹോളാണ്. ആ കുറച്ച് മാറ്റി ഒരു ഹോൾ പണിഞ്ഞു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഹിന്ദുക്കൾക്ക് പിന്നെയും പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇതൊന്നുമില്ലെന്ന് ഒരു ഹോളാണെന്ന് ഇത് അത് അംഗീകരിക്കുന്നില്ലല്ലോ. പിന്നെ ഈ ബാബറി പള്ളിയുടെ തർക്കമൊന്നും അവർ അംഗീകരിക്കേണ്ട സുപ്രീം കോടതി പറഞ്ഞതാണത്. സുപ്രീം കോടതി പറഞ്ഞതാണത്. രാമക്ഷേത്രത്തിൻ്റെ വിധിയിലും അത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇറ്റ് ഈസ് ഓൾ വെൽ സെറ്റിൽഡ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതെല്ലാം മുസ്ലിമുകൾക്കെതിരെയുള്ള ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഒരു നടപടിയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതിപ്പോൾ ആ സമുദായം ഓസിഫറസ് ആണ്, തൊട്ടാൽ ബഹളം വയ്ക്കുന്ന കൂട്ടരാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ബഹളം വയ്ക്കും. ബഹളം വയ്ക്കുന്ന ആൾ ശ്രദ്ധിക്കപ്പെടും. അതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ അയാളുടെ കരച്ചിൽ എപ്പോഴും കേൾക്കാം. അപ്പോൾ അയാളെ ഉപദ്രവിക്കുന്നു. മറ്റുള്ളവർ ഇതൊരു ഉപദ്രവമായിട്ട് എടുക്കുന്നില്ല. ബൗദ്ധന്മാരുടെ ഒരു വിഹാരം അത് വളരെ പഴയതാണ്.
ബൗദ്ധന്മാരതിന് വേണ്ടിയിട്ട് കൂടി ബഹളമൊന്നും വയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ അവരെ അവിടെ നിന്ന് ഓടിക്കുന്നതാരാ? ബുദ്ധന്മാരാണ്. ബുദ്ധന്മാർക്കെതിരെ ഇവിടെ വല്ല ബഹളവും നടക്കുന്നുണ്ടോ? ഇല്ല. ബുദ്ധന്മാർ എല്ലാം കൂടെ കൂടിയിട്ട് അവനെ ഓടിച്ചത് നന്നായി എന്ന് പറയുന്നുണ്ട്, അതുമില്ല. അപ്പോൾ പൊതുവേ ശാന്ത പ്രകൃതികളാണ് ബൗദ്ധന്മാർ, ജൈനർ, ഇപ്പോൾ ബേസിക്കലി ഹിന്ദുക്കൾ, ഇവരെല്ലാം ചേർന്നാണ് ഹിന്ദുസ് എന്നത്. ബട്ട് ഹിന്ദുക്കൾ പൊതുവേ ഒച്ച വയ്ക്കുന്ന ബഹളം വയ്ക്കുന്നത് കുറവാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ബഹളം കൂടുതൽ കേൾക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലാതൊന്നുമില്ല. പിന്നെ ഹിസ്റ്റോറിക്കലി ഇസ്ലാമിക് റൂളിൻ്റെ സമയത്ത് അവർ കാണിച്ച അന്യായങ്ങൾ പലതും അത് ചോദ്യം ചെയ്യപ്പെടുന്നു. അത് വാസ്തവത്തിൽ ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ അതിന് ഉത്തരവാദികളൊന്നുമല്ല. ആ ഉത്തരവാദിത്തം എടുത്ത് തലയിൽ വെച്ചിട്ട് ഇവർ നിലവിളിക്കുകയാണ്. ആകാശത്തൂടെ പോകുന്ന പണിയാണത്. അത് ഏണി വെച്ച് ഇവർ പിടിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെയും മതം നമ്മുടെ മതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതേസമയം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നു നോക്കിക്കോ. ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മളാരെങ്കിലും സംസാരിച്ചാൽ ക്രിസ്ത്യാനി എണീറ്റ് വന്ന് എതിർക്കുക ഇല്ല. ബ്രിട്ടീഷുകാരും ക്രിസ്ത്യാനി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനി ആരെയും എതിർക്കാൻ വരില്ല. ഈ മനോഭാവം മുസ്ലിങ്ങളിൽ ഇല്ലാത്തത് എന്താ? എടാ അക്ബർ, ഷാജഹാൻ എന്നൊക്കെ ഇത് അവരൊന്നും ഇവിടുത്തുകാരല്ല, മുസ്ലിമായിരുന്നു ശരി. അവരിവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ട കാര്യമില്ല. അവരെന്തെങ്കിലും ഹിന്ദു അമ്പലം പൊളിക്കുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറയണ്ടേ? ക്രിസ്ത്യാനിക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല? ക്രിസ്ത്യാനിക്കില്ലാത്തതും മുസ്ലിമിനുള്ളതുമായ ഈ സംഗതിയാണ് പ്രശ്നം. അതാ ഞാൻ പറഞ്ഞ, അവർ ബഹളക്കാരാണ്. എന്ത് തൊട്ടാൽ അവർ ബഹളം വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ എന്ന് ഒരു ധാരണ സമൂഹത്തിൽ വരുന്നു, അല്ലാതെ വേറൊന്നുമില്ല. വാസ്തവത്തിൽ ഇത്രയും പ്രിവിലേജായിട്ടുള്ള ആൾക്കാരില്ല. ലോകത്തെവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഇത്രയും സമാധാനമായിട്ട് കഴിയുന്നുണ്ട് സ്വാതന്ത്ര്യത്തോടെ? ഇന്ത്യയിലല്ലാതെ ഓടത്തില്ല. സൗദി അറേബ്യയാണ് ഇസ്ലാമിൻ്റെ കേന്ദ്രം. അവിടെ മുസ്ലിങ്ങൾക്ക്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ട്? ഇല്ല. ഇപ്പോൾ കൊടുത്തു വരുന്ന മുഹമ്മദ് ബിൻ സൽമാൻ മെല്ലെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. അല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ ഇന്ത്യയിലെ പോലെ സുഖം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ വേറെ ഒരു രാജ്യത്തുമില്ല. മറ്റ് രാജ്യങ്ങളും മുസ്ലിങ്ങളുണ്ട്, പക്ഷേ അവിടെ ന്യൂനപക്ഷ സംവരണമില്ല. ഭാരതത്തിൽ അതുകൊണ്ട് ഇല്ലേ? പ്രത്യേക പരിഗണനയുണ്ട്. കേരളത്തിൽ സംവരണം തന്നെയുണ്ട്, ജോലി സംവരണമുണ്ട്, PSCയിൽ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? പിന്നെയും ഇവർ നിലവിളിച്ചുകൊണ്ടിരിക്കുക പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമല്ല. ഞാനതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ നിയമം, ഭരണഘടന ഇതൊന്നുമല്ല. ഞാൻ ഈ ഭരണഘടന വന്നത് 1950-ലാണ്. അതിന് മുമ്പും ഭാരതത്തിലെ ആൾക്കാരുണ്ടായിരുന്നു, ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ജീവിച്ചത്? ഹിന്ദുക്കളെല്ലാം കൂടെ മുസ്ലിങ്ങളെ തിന്നു കളഞ്ഞോ? അതുകൊണ്ട് ഭരണഘടനയാണ് നമ്മളെ ചിലർ ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഞാൻ അന്തം വിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ജീവിക്കാൻ ഭരണഘടനയുണ്ട്. എടാ, നിൻ്റെ അപ്പൂപ്പൻ എങ്ങനെയാണ് ജീവിച്ചത്? അന്ന് ഈ സാധനം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഭരണഘടനക്കാരനാണ്. ഞാനിപ്പോഴും പറയുന്നു, ഭരണഘടന ഉള്ളതുകൊണ്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. സമൂഹത്തിൽ ഈ പരസ്പര വിശ്വാസവും സ്നേഹവും സമാധാനവും ഉള്ളതുകൊണ്ടാണ്. ഭരണഘടന എടുത്തൊന്നും അയൽവക്കത്തുകാരൻ നമ്മളെ തല്ലാൻ വരുമ്പോൾ ഭരണഘടന കാണിച്ചാൽ മതിയോ? അതോ കോടതിയിൽ ഓടുക? യു ഹാവ് ടു ഹാവ് എ ട്രസ്റ്റ് അറ്റ് പീസ്. അതിൽ ചിലപ്പോൾ ചില നിയമവിരുദ്ധമായ കാര്യങ്ങൾ അത് ഇതൊക്കെ സംഭവിച്ചെന്ന് വരെ നമ്മളങ്ങ് കണ്ണടയ്ക്കും. കാരണം ഒരു ബേസിക് ഓർഡർ സൊസൈറ്റിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ദിവസവും ഭരണഘടന കക്ഷത്തി വെച്ച് ജീവിക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ബോഷ്കാണ്. എനിക്ക് സാധ്യമല്ല. എനിക്ക് തോന്നുന്നു അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.